ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഒരു വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ അധികം ചിലവില്ലാതെ കൊക്കോ കായ എങ്ങനെ ഉണക്കിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഇത് കർഷകർക്ക്, പ്രത്യേകിച്ച് കൊക്കോ കൃഷി ചെയ്യുന്ന കർഷകർക്ക് വളരെ പ്രയോജനപ്പെടും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ഇത് വളരെ സിമ്പിളായിട്ടാണ് നമ്മളിത് ഉണക്കിയെടുക്കുന്നത്. ഇപ്പോൾ വർഷക്കാലമാണ്, വർഷക്കാലം അല്ലെങ്കിൽ വെയിലുണ്ടെങ്കിൽ നമുക്ക് വെയിലത്തിട്ടിട്ട് നമുക്ക് ഉണക്കിയെടുക്കാം. പക്ഷേ ഇപ്പോൾ വെയിലില്ലാത്തത് കൊണ്ട് വർഷത്തിൽ നമ്മൾ ഈ കർഷകർ കൊക്കോക്കായ കിട്ടിക്കഴിയുമ്പോൾ വളരെ കഷ്ടപ്പെടുകയാണ്. ഞങ്ങളും അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് മാർഗമായിട്ട് ഞങ്ങൾ പുതിയതായിട്ട് വളരെ ഈസി ആയിട്ട് കണ്ടെത്തിയൊരു മാർഗമാണ്. അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാണ്, നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പം ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ, താഴെ നോക്ക്, വലിയ 2 ഡ്രമ്മാണ്. ഈ ഓയിലൊക്കെ വരുന്ന ഡ്രമ്മുകളുണ്ട് അല്ലേ? അങ്ങനെ 2 ഡ്രമ്മ് എടുത്തിട്ട് ആ 2 ഡ്രമ്മ് നമ്മൾ അതിൻ്റെ ഫ്രണ്ട് വശം വെട്ടിപ്പൊളിച്ച് നമുക്ക് വിറകൊക്കെ ഇടാൻ പാകത്തിന് ആക്കിയിരിക്കുകയാണ്. മനസ്സിലായോ? അങ്ങനെ വിറകൊക്കെ ഇടാൻ പാകത്തിന് വലുതാക്കി വെട്ടിപ്പൊളിച്ച് അതിനകത്ത് നമ്മൾ ചകിരി ഇടും കേട്ടോ. അതിന് ചകിരിയോ വിറകോ ചൂട്ടോ എന്ത് വേണേലും ഇടാം. എന്തിട്ടാലും നല്ലപോലെ കത്തും. തീ കത്ത് പിടിപ്പിക്കാൻ മാത്രം ഒരു ചെറിയ ബുദ്ധിമുട്ട്, പിന്നെ അങ്ങ് നല്ലപോലെ കത്തിക്കോളും. ഇതാണ് ഒരു ഡ്രമ്മ്. ഇത് രണ്ടാമത്തെ ഡ്രമ്മ്. അങ്ങനെ 2, 3, 4 ഡ്രമ്മുകൾ വെക്കാം, നമ്മുടെ സൗകര്യം അനുസരിച്ച് വെക്കാം. ഇതിപ്പോൾ 2 എണ്ണം നമ്മൾ വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ നമ്മൾ മണലൊക്കെ അരിക്കുന്ന അരിപ്പയില്ലേ, ആ അരിപ്പയും കൊണ്ട് ഒരു അരിപ്പ വെച്ചിട്ടാണ് മുകളിൽ നമ്മൾ കൊക്കോക്കായ ഉണക്കണത്. അതിന് ചെറിയൊരു ഫ്രെയിം ഉണ്ടാക്കിയിട്ടുണ്ട്. താഴെ നെറ്റും കൊണ്ടൊരു ഫ്രെയിം ഉണ്ടാക്കി, കമ്പിയും കൊണ്ട് ഫ്രെയിം ഉണ്ടാക്കിയിട്ട് ആ കമ്പിയുടെ മുകളിൽ നമ്മൾ ഈ മണലരിക്കുന്ന അരിപ്പ, ആ നെറ്റാണ് ഇട്ടിരിക്കുന്നത്. അതിനുപയോഗിക്കുന്ന നെറ്റ് ഇട്ടിട്ട് ഇങ്ങനെ ഫ്രെയിം ഉണ്ടാക്കിയിരിക്കുകയാണ്. ചുറ്റും ചെറിയ രീതിയിൽ കമുക് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു തട്ട് ഇതുപോലെ ഒരു തടസ്സം, അല്ലെങ്കിൽ നമ്മൾ ഇളക്കുന്ന സമയത്ത് കൊക്കോക്കായ താഴെ വീണ് പോകാതിരിക്കാനായിട്ട് ചെറിയൊരു സൈഡിലൊരു ചെറിയൊരു തടസ്സവും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് വളരെ സിമ്പിളാണ് കേട്ടോ. ഇത് കൊക്കോക്കായ 2.5 മണിക്കൂർ ആകുമ്പോഴേക്കും നമുക്ക് നന്നായിട്ട് ഉണങ്ങി കിട്ടും. നമ്മൾ നെറ്റിൻ്റെ മുകളിൽ ഈ ഡ്രമ്മിൽ തീ കത്തിച്ചിട്ട് നെറ്റിൻ്റെ മുകളിലേക്ക് ഇടുവാണെങ്കിൽ 2.5 മണിക്കൂർ മതി, കൊക്കോക്കായ നമുക്ക് നല്ലപോലെ ഉണങ്ങി കിട്ടും. പിന്നെ ഈ സൈഡ്, ഇത് ഡ്രമ്മിൻ്റെ ബാക്ക് വശമാണ് കണ്ടോ. ബാക്ക് വശത്ത് ഒരു ഹോൾ ഇടണം, കാരണം പുക പോകാനായിട്ട് കേട്ടോ. ഒരു ചെറിയ ഹോൾ ഇടണം. അതുപോലെ നമ്മൾ ഈ ഡ്രമ്മിൻ്റെ അവിടെ ഇട്ടിട്ടുണ്ട്, ഹോൾ ഇട്ടിട്ടുണ്ട് പുക പോകാനായിട്ട്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. 2 കല്ലിൻ്റെ മുകളിലാണ് ഈ ഡ്രമ്മ് വെച്ചിരിക്കുന്നത്. കല്ലിൻ്റെ മുകളിൽ ഡ്രമ്മ് വെക്കുക. ഒരു വശത്ത് മൊത്തം ഓപ്പൺ ആക്കിയിട്ട് വിറക് വെക്കാനുള്ള സൗകര്യം, ബാക്ക് വശത്ത് പുക പോകാനുള്ള സൗകര്യം. അത്രയേ ഉള്ളൂ. പിന്നെ മുകളിൽ ഫ്രെയിം ആക്കിയിട്ട് നമ്മൾ കൊക്കോക്കായ ഉണക്കുന്നു. അപ്പോൾ ഇത് വളരെ യൂസ്ഫുള്ളായുള്ള ഒരു പരിപാടിയാണ്. നമ്മളിവിടെ എങ്ങനെ ഇത് പ്രോസസ്സ് ചെയ്യുന്ന രീതിയും കൂടി പറയാം. ഈ കൊക്കോക്കായ പറമ്പിൽ നിന്ന് പറിച്ചു കൊണ്ടതിന് ശേഷം അതിൻ്റെ തൊണ്ട് പൊട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് കായ കിട്ടുമല്ലോ. ആ കായനെ നമ്മൾ ഒരു ചാക്കിനകത്താക്കി വെച്ചിട്ട് 5 ദിവസം നമ്മൾ എല്ലാ ദിവസവും ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഇളക്കി നമ്മൾ ഒരു 5ാമത്തെ ദിവസമാകുമ്പോൾ ഇത് പുളിക്കും. ഇത് പുളിച്ച് കഴിഞ്ഞിട്ട് ആണ് നമ്മൾ, അപ്പോൾ ഫെർമെൻറ്റേഷൻ നടന്നതിന് ശേഷം മാത്രമാണ് ഇങ്ങനെ ഉണക്കാൻ പറ്റുള്ളൂ. ഈ ഉണക്കിയ കായകളാണ് പിന്നീട് നമ്മൾ ഈ കാഡ്ബറീസ് കമ്പനിക്കൊക്കെ കൊടുക്കുന്നത്. അവരതാണ് പ്രോസസ്സ് ചെയ്ത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്രൊഡക്ട്സുകൾ ഉണ്ടാക്കുന്നത്. കൊക്കോക്കായ ഉണക്കുന്ന രീതി ഇങ്ങനെയാണ്. പിന്നെ നമ്മുടെ ഇവിടെ അധികം കർഷകരില്ലാത്തത് കൊണ്ട് ആണ് നമ്മൾ കൂടുതൽ ഉണക്കി കൊടുക്കുന്നത്. ഇപ്പോൾ ധാരാളം കർഷകരുള്ള ഏരിയയിലൊക്കെ ആണെങ്കിൽ അവർ നേരിട്ട് വന്ന് എല്ലാ ആഴ്ചയിലും വന്ന് കളക്ട് ചെയ്യും. അപ്പം നമ്മളിങ്ങനെ ഉണക്കി കൊടുക്കേണ്ട കാര്യമില്ല. ഇവിടെ കൊക്കോ കർഷകർ വളരെ കുറവായതുകൊണ്ട് ആണ് നമ്മളിങ്ങനെ ഉണക്കി കൊടുക്കുന്നത്. ഉണക്കി കൊടുക്കുമ്പോൾ പക്ഷെ വില കൂടുതൽ കിട്ടും. ഈ രീതി നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്, വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. ഇതാണ് ഫ്രെയിം. ഇപ്പം ഉണങ്ങിയ കുരുവിന് ഏകദേശം ഒരു 500-600 വിലയുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അല്ലാതെ നമ്മൾ ഉണങ്ങാതെ കൊടുക്കുവാണെങ്കിൽ, വെറുതെ പൊട്ടിച്ച് കൊടുക്കുവാണെങ്കിൽ കിലോ 100-120 രൂപയാണ് വില. ഇതാണ് നെറ്റ്. ഇത് മണലരിക്കുന്ന അരിപ്പയിൽ ഉപയോഗിക്കുന്ന നെറ്റാണ് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.